ഹായ്, എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു നാടൻ വിഭവമായിട്ടാണ് വന്നേക്കുന്നത്. നാടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫിഷ് ഫ്രൈ ആണ്. നാടൻ മസാലയിൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. നല്ല ഫ്രഷ് അയിലക്കിരിയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ നാടൻ മസാല, അതായത് ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്ന ഫിഷ് ഫ്രൈയുടെ നാടൻ മസാലക്കൂട്ടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യം മീനൊന്ന് വെട്ടിയെടുക്കാം. നാട്ടിൽ കത്രിക ഉപയോഗിച്ച് വെട്ടാൻ അറിയാത്തവർക്ക് പഠിക്കാനുള്ള ഒരു എങ്ങനെയാണ് വെട്ടുന്നതെന്ന് കാണിച്ചു തരുമോ? ഇതിനൊരു അരമുണ്ട്, അത് പിച്ചാത്തി ഉപയോഗിച്ച് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ അര ഇങ്ങനെ എടുത്ത് കളയണം, അല്ലെങ്കിൽ അത് നാക്കിക്കൊള്ളു. ചില മീനുകൾക്കുണ്ട് വറ്റ, പാര, അതിനൊക്കെ ഇല്ലേ? അയിലക്കിരിയ മതിപ്പോയി, കറക്റ്റായി. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്ത് ഇനി നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ അഴുക്കെല്ലാം പോയിട്ട് ഉപ്പുകല്ലാണ് ബെസ്റ്റ്. ഉപ്പുകല്ലിട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. ഉപ്പിട്ട് കഴിയുമ്പോൾ മീൻ നല്ല ക്ലീനായി, കണ്ടോ? നല്ല വെളുവിളാന്നായി, വെളുത്ത്. ഇനി അതൊന്നൊന്നുകൂടെ വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് വരഞ്ഞെടുക്കണം. മീൻ നമുക്ക് നന്നായിട്ട് വരഞ്ഞെടുക്കാം. ഇങ്ങനെ വരഞ്ഞെടുക്കണേ, അപ്പം നല്ലതായിട്ടും മസാലയൊക്കെ പിടിക്കും. നമ്മുടെ മീൻ ഇപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമുക്കിത് മസാല അരച്ച് പുരട്ടാം. നമുക്ക് മീൻ വറക്കാനുള്ള മസാലകളെല്ലാം ഒന്ന് അരകല്ലിൽ അരച്ചെടുക്കാം. ഇപ്പം കുരുമുളക്, 2 കഷ്ണം ചെറിയ ഇഞ്ചി, വെളുത്തുള്ളി ഒരു കുടം, പിന്നെ കുറച്ച് കറിവേപ്പില. ബാക്കി നമുക്ക് പുറമേ ചേർക്കുന്നത് പറയാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരകല്ലിൽ വെച്ചൊന്ന് അരച്ചെടുക്കാം. ശരിക്കും നാടൻ ഇഞ്ചിയും പച്ചമുളകും, അല്ലെങ്കിൽ നാടൻ വെളുത്തുള്ളിയും, ഇതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടത്തില്ല കേട്ടോ. അവിടെ കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ കുരുമുളക് ചേർക്കാം. നന്നായിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കാം. ഈ മുളക് പൊടി മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കണം. കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇപ്പം മുളക് പൊടി ചേർത്താൽ ഇത് ഇരട്ടിക്കും. നമ്മൾ അരയ്ക്കുമ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. നമുക്കൊരു 5 മീനേ ഉള്ളൂ, അപ്പം അതനുസരിച്ചുള്ള മസാല മതി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ടൊന്ന് അരയ്ക്കാം. അത് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കണം, എന്നാലേ മുളക് പൊടിയും കൂടെ ഉള്ളതുകൊണ്ട് അരയത്തുള്ളൂ നന്നായിട്ട്.
ഇതിലോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ, എന്നാലേ ഇപ്പം കറക്റ്റ് ഇതാകത്തുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. നമ്മളിതിനകത്തോട്ട് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പെപ്പർ, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്താണ് ഇതിപ്പം അരച്ചേക്കുന്നത്. നമുക്കിതിന് മീനയിലോട്ടൊന്ന് പുരട്ടിയെടുക്കണം. നമ്മുടെ മസാല അരച്ചു, മീൻ വറക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട്. ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കണം, എന്നിട്ട് ഉപ്പ് ചേർക്കാം. നമുക്ക് എന്നിട്ട് ഓരോ മീനായിട്ട് ഇതിനകത്തൊന്ന് തേച്ച് പിടിക്കും. നല്ല ടേസ്റ്റാണ് ഈ മസാല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മീൻ വറക്കുമ്പോൾ ഇച്ചിരി മസാലയിൽ ഇച്ചിരി ഉപ്പ് മുന്നിൽ നിൽക്കണം, എന്നാലേ മീനയിൽ ആ കറക്റ്റ് ഉപ്പ് കിട്ടത്തുള്ളൂ. പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കും. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് പാൻ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ അല്ല, ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം, അതിൻ്റെ ആവശ്യമില്ല. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഫിഷ് ഇടാം. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം, അപ്പം മീനൊന്നും ഫിഷൊന്നും ചട്ടിയെ പിടിക്കത്തില്ല. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഒരു മീൻ ഇട്ട് കൊടുക്കാം. മീനിൻ്റെ വൺ സൈഡ് ആയിട്ടുണ്ട്, ഒരു സൈഡ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി മറ്റേ മീനും കൂടെ തിരക്കുക. ആ സൈഡൊന്ന് വേവാനായിട്ട് വെച്ചു. ഫിഷിനൊന്നും വലിയ വേവില്ല, പെട്ടെന്ന് വേവ്, ഒരു 2-3 മിനിറ്റ്സ് മതി മാക്സിമം. മീനിപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളിയായിട്ട് അത് സൂപ്പർ മസാല കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്യണം. വാവ്, സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ മീനിപ്പം ഫ്രൈ ചെയ്ത് നമ്മൾ അടിപൊളി സവോളയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ മസാല ട്രൈ ചെയ്യണം. എന്നിട്ട് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീണ്ടും ഒരു നാടൻ വിഭവമായിട്ട് എത്തുന്നത് വരെ ബൈ ബൈ.